KT ജലീലിനേക്കാൾ വലിയ ആളുകൾ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. വലിയ ആളുകൾ ഈ പാർട്ടിക്ക് ഒരു പോറൽ ഏൽപ്പിക്കാൻ, ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല, വലിയ വലിയ ആളുകൾ. പിന്നെയാണോ ഈ KT ജലീൽ ലീഗിനകത്ത് ഒരു പോറൽ ഏൽപ്പിക്കാൻ കഴിയില്ല? മാത്രമല്ല അദ്ദേഹം അറ്റൻഷൻ സീക്കിംഗ് ആണ്. തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അറ്റൻഷൻ സീക്കിംഗ് ആയിട്ട് ഇറങ്ങും. കുറേ ആരോപണം, എന്തെല്ലാം ആരോപണം അദ്ദേഹം ഉന്നയിച്ചു. ഡൽഹിയിലെ ആസ്ഥാന മന്ദിരം അറിയുന്നില്ല. നിങ്ങളിപ്പോൾ ഫേസ്ബുക്കിൽ 15 ചോദ്യം ചോദിച്ചില്ലേ? ഡൽഹിയിലെ ആസ്ഥാന മന്ദിരത്തിൻ്റെ രജിസ്ട്രേഷൻ നടക്കാൻ പോകുന്നില്ല എന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ എഴുതിയില്ല. നിങ്ങളെന്താ ഇപ്പോൾ ആ ചോദ്യം മൈക്കുമായി അദ്ദേഹത്തോട് ചോദിക്കാത്തത്? അയാൾ ഇപ്പോൾ ഉയർന്ന ശമ്പളം വാങ്ങുന്നു എന്ന് പറയുന്നതിൽ അത് എന്നെക്കുറിച്ച് പുകഴ്ത്തി പറഞ്ഞതാണെങ്കിലും നന്ദിയുണ്ട്. ദുബായിലെ ബിസിനസ്സിന് അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ട് എല്ലാം പറഞ്ഞു. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ ഞാൻ ചലഞ്ച് ചെയ്യുന്നു. കേരളം ഭരിക്കുന്നതിൽ ഒരു സ്വാധീനമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. കേരളം ഭരിക്കുന്ന സർക്കാർ അന്വേഷണം നടത്തി ഇപ്പോൾ ഇത്രയും കാലം ഞാൻ അവർക്കെതിരെ ഉന്നയിച്ച അല്ലെങ്കിൽ സമരം ചെയ്ത, മാത്രമല്ല ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയെ രാജിവെപ്പിക്കുന്നതിന് ഒരു സംഘടനയ്ക്ക് വേണ്ടി നേതൃത്വം കൊടുത്തൊരു വ്യക്തി എന്ന നിലയിൽ പ്രതികാരം ചെയ്യാനുള്ളൊരു സുവർണാവസരമാണ്. അത് വിനിയോഗിക്കണം. ജലീലിന് വേണമെങ്കിൽ ഇപ്പോൾ US-ഉം UK-ലും കാനഡയിലൊക്കെ വിസ ഉണ്ട് എന്ന് പറഞ്ഞത് ട്രോളായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അത് ഏതോ ഒരു ചാനൽ വാർത്തയാക്കിയിരിക്കുകയാണ്. US-ലും UK-ലും ഒക്കെ പിന്നെ ഫിറോസിന് ബിസിനസ് ഉണ്ട്. അപ്പോൾ അതായത് ഈ US B1 B2 വിസ എന്നൊക്കെ പറഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്, സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞാൽ US ഗവൺമെൻറ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ട് ഞാൻ പോയതാണ്. B1 B2 വിസ എന്ന് പറഞ്ഞാൽ അതിന് ബിസിനസ് ടൂറിസം വിസ എന്നാണ് പറയുക. അപ്പോൾ ആ രാജ്യത്തേക്ക് അങ്ങനെ പോകാൻ വേണ്ടിയും അതിനുശേഷം പോകാൻ വേണ്ടിയും ഇവിടെ പല മാധ്യമ പ്രവർത്തകർക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒക്കെ അടിച്ചു കൊടുത്ത വിസയാണ് ബിസിനസ് ടൂറിസം വിസ. എനിക്ക് ആ വിസയും കൂടി ഉണ്ട് എന്ന് ഞാൻ ഒരു ട്രോളായിട്ട് മാധ്യമങ്ങളിൽ പറഞ്ഞത്, ഒരു ചാനൽ വാർത്തയാക്കിയത് അവിടെ വരെ ബിസിനസ് ഉണ്ട്, US-ലും UK-ലും കാനഡയിലും വരെ ബിസിനസ് ഉണ്ട് എന്ന് വരെ പറഞ്ഞു. അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അത് പറഞ്ഞല്ലോ, ഒരാളെക്കുറിച്ച് അദ്ദേഹത്തിന് കുറച്ച് വരുമാനം ഉണ്ട്, അയാൾ നല്ല രീതിയിൽ ജീവിക്കുന്നു എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് വലിയ പ്രയാസം തോന്നേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹം ചില ഗൗരവമായിട്ടുള്ള ആക്ഷേപങ്ങൾ നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ അതിനെ അവഗണിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ പാർട്ടി നേതൃത്വം എന്നോട് പറഞ്ഞത് അത് നിയമപരമായി അത് നടപടി സ്വീകരിക്കണം എന്നാണ്. നിയമപരമായി